സിസേഴ്സ്, ബ്രേസ്ലെറ്റ് മേക്കിംഗ് സെറ്റ്, ടേപ്പ്, ഗ്ലൂ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറേ പൗച്ചസും, പിന്നെ ഇവിടെ ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ. ഓരോന്നിനും ഓരോ പൗച്ചസാണ്. ഇതിൻ്റെ വളകളാണ്. പിന്നെ ഇതിനകത്ത് വരുന്നതിൻ്റെ സ്ക്രഞ്ചീസ് എല്ലാം വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചെറിയ മേക്കപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ കാജൽ, ഐലൈനർ അങ്ങനത്തെയൊക്കെ. പിന്നെ അതിനകത്ത് എൻ്റെ അമ്മയുടെ വള. ഇതിനകത്ത് ഹെവി മേക്കപ്പാണ്, അല്ല ഇതിനകത്ത് എക്സ്ട്രാ മേക്കപ്പ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാത്രം വാങ്ങാനായിട്ട്. പിന്നെ ഈ ടൈമിൽ ഇരിക്കുന്നത് ഇന്ന് ഇടാൻ പോകുന്ന ഐറ്റംസൊക്കെയാണ്. യെസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ബാഗ്, ഞാൻ കൊണ്ട് നടക്കാൻ പോകുന്ന എൻ്റെ ബാഗ്. പിന്നെ ഇതെൻ്റെ ചെറിയൊരു ഷോൾഡർ ബാഗ്. എൻ്റെ കമ്മലോളാണ് ഈ ഒരു പെട്ടിയിൽ. അതിൻ്റെ മറ്റേ ബ്ലാക്ക് ബാഗിൽ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബോർഡ് ഗെയിം, കാണുന്നൊരു വലിയൊരു ബോർഡ് ഗെയിം ഉണ്ട് എടുത്ത് വെക്കാനായിട്ട്. പിന്നെ എൻ്റെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇരിക്കുന്നതും, പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മേക്കപ്പ് പൗച്ചും ഞാൻ പറഞ്ഞ വലിയ പൗച്ചും. വന്നിട്ട് അവരൊക്കെ ചോക്ലേറ്റ് കൊടുത്തു. നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഹാർട്ട് ബ്ലഷ് സിൽക്ക് ഉണ്ടല്ലോ, അത് കുറേ നാളെ ഭയങ്കര പ്ലെയിൻ വെച്ചിട്ട് കാണാം. ഇപ്പോൾ തുറക്കുന്നില്ല, ഞങ്ങൾ ചോറ് ഫയർ ഫുള്ളാണ്. പിന്നെ ബിരിയാണി വീണ്ടും കിട്ടും. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കവർ കാണിച്ചു തരാം. കഴിച്ചിട്ടാണ് ന്യൂ കവർ, ഒരു റെഡ് കേസ്. വേറെ വലിയ വെറൈറ്റി ഒന്നും ഇല്ല. പക്ഷേ ഞാൻ ഈ ഒരു ഹോൾഡിങ്സ് ആണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മിക്കവാറും എയർപോർട്ടിൽ നിന്ന് കയറി എയർപോർട്ടിലെത്തിയിട്ട് കാണാം. യെസ്, അതൊക്കെയാണ്. അപ്പം ഞങ്ങൾ ചെക്കിങ് കൗണ്ടറിലാണ്. അപ്പോൾ 2 സ്റ്റാഫിനെ കിട്ടി. അപ്പം അവരവിടെ നിന്നു, നമ്മളവിടെ ചുമ്മാ നിന്നാൽ മതി. അച്ഛനവിടെ നിന്ന് സിസ്റ്റർ അവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെക്കിനും ബാഗിൽ ചെക്കിങ്ങും കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചു, ചായയും പപ്സും ചിക്കൻ റോളൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിൽക്ക് ഹാർഡ് ബ്ലഷ് സംഭവം. ഇത് ഞാൻ കുറച്ചായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിലാണ് കേട്ടോ, അവിടെ വീട്ടിൽ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുറന്നാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തുറക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കവർ തുറന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ സംഭവം വന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതായിരുന്നു, നടുക്കിലൊരു പിങ്ക് ഹാർട്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് നോക്കിയപ്പോൾ സാധാ ഡയറി മിൽക്കിൻ്റെ സെയിം ടേസ്റ്റിനായിരുന്നു കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇത് ക്യൂവിന് എന്തോ മാറ്റമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫ്ലിറ്റ് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം അതായിരുന്നു അങ്ങനെ അവസാനം കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇങ്ങനത്തെ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് അധികം നേരം ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡിന് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഒരു ഭയങ്കര അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ കുറേ പേരൊക്കെ വന്നിരിക്കുകയായിരുന്നു. അപ്പം കുറേ ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ എത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്.
കൊണ്ടെത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു യൂടെൻസിൽസിൻ്റെ ബോക്സാണ് കേട്ടോ. ഈ എയർ ഇന്ത്യ എയർലൈനിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു യൂടെൻസിൽസ് ബോക്സിൽ അവിടെ ഒരു ടേപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഊരി എടുത്തിട്ട് അതിങ്ങനെ ഊരി എടുത്തിട്ട് അത് നമ്മൾ തുറക്കുമ്പോൾ തുറക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ നമ്മൾ തുറന്നിട്ട് ഒരു ടിഷ്യൂ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അതേ യൂടെൻസിൽസൊക്കെ ഒരു നൈഫും സ്പൂണൊക്കെ, പിന്നെ ഒരു ഫ്രൂട്ടി വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഒരു കപ്പ് കേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കപ്പ് കേക്കാണ്, ഒരു ബനാന കപ്പ് കേക്ക് എന്ന് പറഞ്ഞ കപ്പ് കേക്കാണ്. പിന്നെ ഇതാണ് ബിരിയാണി. മട്ടൻ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതെൻ്റെ ഒരു ചെറിയൊരു കറിയാണ്, ഞാൻ അധികം കൂട്ടിയില്ല കേട്ടോ. ഓക്കെ, അപ്പം നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല ബ്രൈറ്റനിങ് ലൈറ്റ്. അപ്പം അന്ന് വീട്ടിലെടുത്ത് വെച്ചതാണ് സംഭവം. അങ്ങനെ 4 hours ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം ഇതൊരു കാർഗോ വ്യൂ ചുമ്മാ എടുത്തതാണ്. പിന്നെ അതേ പെട്ടിയൊക്കെ വലിച്ചു കയറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അതേ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. എയർപോർട്ടിനൊക്കെ ബൈ ബൈ പറഞ്ഞു. പിന്നെ ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബാഗൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ അതേ കുറച്ചധികം പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ അതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് വരാനായിട്ട്. അങ്ങനെ നമുക്ക് നമ്മളുടെ പെട്ടി കിട്ടി ഗൈസ്, ലാസ്റ്റ് പെട്ടി. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പിക്കപ്പ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒരു അച്ഛനാണ് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ യെസ്, നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് വെയിറ്റൊന്നും ചെയ്യണ്ട, നമ്മൾ പുറത്ത് പോയിട്ട് ചുമ്മാ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും യെസ്. അപ്പോൾ ഇതാണ് ഔട്ടർ വ്യൂ. നമ്മൾ പുറത്തായിട്ട് എത്തിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ 2-3 ഗേറ്റൊക്കെ ഉണ്ട് പുറത്തോട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ ദിസ് ഇസ് ദ വ്യൂ ഓഫ് ഔട്ട് സൈഡ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കാറിൽ കയറി കുറേ നേരമൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. അതിന് നെക്സ്റ്റ് ഡേ കാരണം ഇന്നലെ രാത്രി എത്തിയപ്പോൾ നല്ല ലേറ്റായി, ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴും നല്ല ലേറ്റായി. അങ്ങനെ തന്നെ കിടന്നുറങ്ങിയപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ. എന്തായാലും എൻ്റെ ഈ വർഷത്തെ വെക്കേഷൻ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ വിചാരിച്ച അത്രയ്ക്കും വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയും വീഡിയോസ്